Good morning, dear students. I hope you all are fine. So, last day we started on section A, sentence and its structures, and we discussed chapter 1 that is titled How to Write Effective Sentences. അപ്പോൾ സെൻറ്റൻസസ് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് എഴുതേണ്ടത്, അതിലെന്തൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചാപ്റ്റർ 1 ഡീൽ ചെയ്തത്. ആൻഡ് യെസ്റ്റർഡേ വി സ്റ്റാർട്ടഡ് ചാപ്റ്റർ 2. നമ്മൾ ചാപ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഫ്രേസസ് എന്താണ്, അതെന്തൊക്കെയാണെന്നായിരുന്നു. വൺസ് അഗെയിൻ നമ്മൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഫോർ യുവർ കൺവീനിയൻസ് ഐ എം വൺസ് അഗെയിൻ ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലെയിനിങ് അബൌട്ട് ഫ്രേസസ്. ഈ ചാപ്റ്റർ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. I hope this will be very useful to you. So chapter 2, phrases and what are they? Actually ഫ്രേസസും ക്ലോസസും എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചിരുന്നതാണ്. ബോത്ത് ഓഫ് ദീസ് ടു റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദറ്റ് ആർ മീനിങ്. ആദ്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, സിംഗിൾ വേർഡ്സിനെ കുറിച്ചല്ല നമ്മൾ ഇനി സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ കുറിച്ചാണ്. സോ ഫ്രേസസും ക്ലോസസും ഓൾമോസ്റ്റ് സെയിം മീനിങ് തന്നെയാണ് നമുക്ക് തരുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ടും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, മീനിങ് ഫുൾ ആണ്. പക്ഷേ ഫ്രേസ് എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ക്ലോസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് വിത്ത് എ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ. ഒരു ക്ലോസിൻ്റെ അകത്ത് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. പക്ഷേ ഒരു ഫ്രേസിൻ്റെ കേസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടായിരിക്കുകയില്ല. മീനിങ് ഫുൾ ആണ് നമുക്ക് ഫീൽ ചെയ്യും, കാരണം മീനിങ് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടായിരിക്കില്ല. അതാണ് ഫ്രേസ്. ഓക്കെ, ടൈപ്സ് ഓഫ് ഫ്രേസസ് ഉണ്ട്. നൗൺ ഫ്രേസസ്, വെർബ് ഫ്രേസസ്, അഡ്ജക്റ്റീവ് ഫ്രേസസ്, അഡ്വേർബ് ഫ്രേസസ്, പ്രിപ്പൊസിഷണൽ ഫ്രേസസ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്ലോസസ് ഉണ്ടെന്നും പഠിച്ചു. ഇൻഡിപെൻഡൻറ്റ് ക്ലോസസും ഡിപ്പെൻഡൻറ്റ് ക്ലോസസും. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ദറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, സ്റ്റാൻഡ് അലോൺ ആണ്, ദേ ക്യാൻ സ്റ്റാൻഡ് അലോൺ. ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടായിരിക്കും, പക്ഷേ ദേ ക്യാൻ നോട്ട് സ്റ്റാൻഡ് അലോൺ. അതൊരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് നമുക്ക് തരും. അങ്ങനെയുള്ളതാണ് ടൈപ്സ് ഓഫ് ക്ലോസസ്. 2 ടൈപ്പ് ഓഫ് ക്ലോസസ് പഠിച്ചു. ആൻഡ് ദിസ് ചാപ്റ്റർ വി ആർ ഡീലിംഗ് വിത്ത് ഫ്രേസസ് ആൻഡ് വാട്ട് ആർ ദേ ഇൻ ഡീറ്റെയിൽ. Okay, a group of words which make some sense, that is some meaning, is called a phrase. They do not contain finite verbs. Finite verbs എന്ന് പറഞ്ഞാൽ, see, this is the diagram that shows, a chart that shows finite and non-finite verbs. Verbs 2 ടൈപ്പ് ഉണ്ട്, ഫൈനൈറ്റ് ഉണ്ട്, നോൺ ഫൈനൈറ്റ് ഉണ്ട്. ഇനി വാട്ട് ആർ ഫൈനൈറ്റ് വെർബ്സ്? ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ വെർബ് എന്നുള്ളൊരു ക്രിയ, നിങ്ങൾക്കറിയാലോ, വെർബ് എന്നുള്ള ആ ഒരു പ്രോപ്പറായിട്ടുള്ള മീനിങ് ചെയ്യുന്നതാണ് ഫൈനൈറ്റ് വെർബ്സ്. സി, ദേ ഗോട്ട് ഹോം വെരി ലേറ്റ് ലാസ്റ്റ് നൈറ്റ് and act as the main verb of a clause, indicate person, number, tenses, present tense, past tense, എല്ലാ tenses എല്ലാം മാറി മാറി ഉപയോഗിക്കാം. അതുപോലെ തന്നെ അപ്പിയർ ഇൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസിലെല്ലാം കാണുന്ന ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു യൂസ്ഫുൾ, അതായത് ആ ഒരു ക്രിയ എന്നുള്ള ആ ഒരു മീനിങ് കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ദാറ്റ് ആക്ട് ആസ് എ വെർബാണ് ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത്. അതേസമയം നോൺ ഫൈനൈറ്റ് വെർബ്സ് എന്ന് പറയുന്നത് ദേ ആക്ച്വലി ഡു നോട്ട് ആക്ട് ആസ് എ വെർബ്. കണ്ടാൽ നമുക്ക് വെർബാണെന്ന് ഫീൽ ചെയ്യുമെങ്കിലും ദേ ആർ ആക്ച്വലി നോട്ട് ആക്ടിങ് ആസ് എ വെർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. സി, സെയിലിംഗ് ഈസ് മൈ ഫേവറേറ്റ് സ്പോർട്ട്. സി, അവിടെ ഈസ് എന്നുള്ള here it is acting as a noun. See, sailing is actually acting, it is acting as a noun. കണ്ടാൽ ഒരു വെർബ് ഫോം ആണ് എന്ന് തോന്നുമെങ്കിലും, ഒരു വെർബ്, ഒരു ആക്ഷൻ സീക്വൻസ് ആണെന്ന് ഫീൽ ചെയ്യുമെങ്കിലും ആക്ച്വലി ഈസ് ആണ്, ബി വെർബാണ് അവിടെ വരുന്നത്. സെയിലിംഗ് ഈസ് മൈ ഫേവറേറ്റ് സ്പോർട്ട്. സി, സോ നോൺ ഫൈനൈറ്റ് വെർബ്സ് ഈസ് ഡു നോട്ട് ആക്ട് ആസ് എ മെയിൻ വെർബായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. പിന്നെയോ ദാറ്റ് ക്യാൻ ബി എ നൗൺ ഇൻ എ സെൻറ്റൻസിൽ വരുമ്പം ദേ ക്യാൻ ആക്ട് ആസ് എ നൗൺ or they can act as an adjective or as an adverbs. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അവിടെ ടെൻസസിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തോണം. ഓക്കെ, സോ ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ സെൻറ്റൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചേ വരുള്ളൂ. അതാണ് ഫൈനൈറ്റും നോൺ ഫൈനൈറ്റും വെർബ്സും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നൗ സി, ഫ്രേസസിനകത്ത് ദേ ഡു നോട്ട് കണ്ടെയ്ൻ ഫൈനൈറ്റ് വെർബ്സ് കാണാൻ സാധ്യതയില്ല.
ആൻഡ് ഇറ്റ് ഈസ് മീനിങ് ഫുൾ. ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് മീനിങ് ഫുൾ ആയിരിക്കും, നമുക്ക് മീനിങ് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ദെൻ ഈവൻ ദോ നോ ഫൈനൈറ്റ് വെർബ്സ് ദെയർ മേ ബി വെർബൽ എലമെൻറ്റ്സ് ലൈക്ക് പാർട്ടിസിപ്പിൾസ്. ഫൈനൈറ്റ് വെർബ്സ് ഇല്ലെങ്കിൽ തന്നെ വെർബൽ എലമെൻറ്റ്സ് ഉണ്ടാകാം, പാർട്ടിസിപ്പിൾസ് ഫോമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സബ്ജക്റ്റ് ഓർ പ്രെഡിക്കേറ്റ് ഇറ്റ്സ് ഓൺ. അതായത് ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചോണം, ഇറ്റ്സ് ഓൺ. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ആയിരിക്കും ഫ്രേസസ് എന്ന് പറയുന്നത്, ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതിന് അതിൻ്റേതായൊരു സബ്ജക്റ്റോ പ്രെഡിക്കേറ്റോ കാണുകയില്ല. പക്ഷേ മൊത്തം സെൻറ്റൻസിൽ നോക്കുമ്പം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും കാണും. പക്ഷേ ഈ ഫ്രേസസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഫ്രേസസ് ഫോം ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടാവില്ല. ദെൻ ഇറ്റ് ക്യാൻ ഫങ്ഷൻസ് ലൈക്ക് എ നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് ഓർ ലൈക്ക് എൻ അഡ്വർബ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ദ എക്സാമ്പിൾ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കേറ്റ് ഉണ്ട്. പക്ഷേ ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കണ്ടോ, അതാണ് ആക്ച്വലി ഒരു ഫ്രേസ് എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് സെൻസ്. ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ മീനിങ്. ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇൻ ദ ഈസ്റ്റ് തന്നെ എടുത്തു കഴിയുമ്പോൾ അതിനൊരു സബ്ജക്റ്റ് ഇല്ല, പ്രെഡിക്കേറ്റ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ കോമ്പിനേഷൻ ഓഫ് സം വേർഡ്സ്. അതാണ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഷീ ഫോർ എ ഹാറ്റ് വിത്ത് ബ്ലൂ ട്രിമ്മിങ്. വിത്ത് ബ്ലൂ ട്രിമ്മിങ് ഇത് പറയുന്നതാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ആ ഒരൊറ്റ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പറയുന്നതാണ് ഫ്രേസ്. അപ്പോൾ ഇതിനകത്തെ ഫ്രേസ് ഏതാണെന്ന് ചോദിച്ചാൽ വിത്ത് ബ്ലൂ ട്രിമ്മിങ് ആണ് ഇതിനകത്തെ ഫ്രേസ്. അതുപോലെ ഹോൾഡിംഗ് ദ ടോയ്, ദ ചൈൽഡ് സ്ലെപ്റ്റ്. ദ ചൈൽഡ് സ്ലെപ്റ്റ് ഈസ് ആക്ച്വലി എ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് സെൻറ്റൻസ്. ദ ചൈൽഡ് സ്ലെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഹോൾഡിംഗ് ദ ടോയ് എന്ന് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു, അതൊരു ഫ്രേസ് ആയിട്ട് മാറുകയാണ്. ആ ഫ്രേസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലെപ്റ്റ് ആണ് അവിടെ മെയിൻ വെർബ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ എ ഫ്രേസ് ഈസ് ആക്ടിങ് ഓൺ. നൗ മൂവിങ് ഓൺ, വി ഡിസ്കസ്ഡ് ഓൾറെഡി ദിസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫൈനൈറ്റ് എന്താണ്, നോൺ ഫൈനൈറ്റ് എന്താണെന്ന്. നൗ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രേസസ് ഉണ്ട്. ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ്. നൗൺ ഫ്രേസസ് ഉണ്ട്. വാട്ട് ആർ നൗൺ ഫ്രേസസ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എയ്തർ എ സിംഗിൾ നൗൺ ഓർ പ്രോനൗൺ or a group of words containing a noun or pronoun that functions together as a noun or pronoun as the subject or object of a verb. അതായത് ഒരു വെർബ് ഉള്ള ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ട് ആക്ട് ചെയ്യുന്ന എയ്തർ ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു നൗണേ കാണുള്ളൂ, ചിലപ്പോൾ ഒരു പ്രോനൗണേ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒന്നിലധികം നൗൺ കാണാം, ഒന്നിലധികം പ്രോനൗൺസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അത് ടുഗദറായിട്ട് ഒരു നൗണോ ഒരു പ്രോനൗണോ ആയിട്ട് ആക്ട് ചെയ്യുന്നതാകാം. അപ്പോൾ അങ്ങനെ അത് ഒരു വെർബിൻ്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ നൗൺ ഫ്രേസസ് എന്ന് പറയുന്നത്. സി ദ എക്സാമ്പിൾ, ഓൾ ദ കിഡ്സ് വെയർ സ്ലീപ്പിംഗ്. വെയർ എന്ന് പറയുന്നത് ആക്ച്വലി അവിടുത്തെ വെർബാണ്. നിങ്ങൾക്കറിയാലോ, വെയർ ഇസ് ദ വെർബ്, സ്ലീപ്പിംഗ് ഈസ് ദ ഒബ്ജക്റ്റ് ദെയർ, ആൻഡ് ഓൾ ദ കിഡ്സ്. ഓൾ ദ കിഡ്സ് ദേ ആർ ആസ് എ ഗ്രൂപ്പ് ആക്ടിങ് ആസ് എ നൗൺ. ഓൾ ദ കിഡ്സ് എന്ന് പറയുന്ന ഒരു നൗൺ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. സോ ഓൾ ദ കിഡ്സ് വെയർ സ്ലീപ്പിംഗ്. യു ആർ എ ട്രൂ ഹീറോ. ട്രൂ ഹീറോ ബോത്ത് ആർ നൗൺസ്. ട്രൂ ഹീറോ. അപ്പം അങ്ങനെയുള്ള കോമ്പിനേഷൻ ഓഫ് വേർഡ്സിനാണ് നൗൺ ഫ്രേസസ്, നൗൺസ് കമ്പൈൻ ചെയ്ത് വരുന്നത്. അപ്പം പല രീതിയിൽ വരാം, ഓർത്തിരുന്നോണം. ഒന്നെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു നൗണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു പ്രോനൗണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നൗൺസ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോനൗൺസ്. ഇനി രണ്ടും അല്ലെങ്കിൽ കമ്പൈൻ ആയിട്ട് നമുക്ക് ഒരൊറ്റ നൗണായിട്ട് ഫോം ചെയ്യാവുന്ന രീതിയിൽ അത് സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ടായിരിക്കും വരുന്നത്, വെർബിൻ്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ട്. ഇങ്ങനെ വരുന്നതാണ് നൗൺ ഫ്രേസസ് എന്ന് പറയുന്നത്. നൗ മൂവിങ് ഓൺ ടു ദ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് നൗൺ ഫ്രേസസ്. നൗൺ ഫ്രേസസിന് 3 കാറ്റഗറീസ് ആണുള്ളത്. അപ്പോസിറ്റീവ് ഫ്രേസ്, ജെറൻഡ് ഫ്രേസ്, ഇൻഫിനിറ്റീവ് ഫ്രേസ്. ഇത് 3 ഓർത്തിരുന്നോണം. നൗൺ ഫ്രേസസിൻ്റെ തൊട്ട് താഴെ വരുന്ന കാറ്റഗറിയാണ്, അതായത് നൗൺ ഫ്രേസസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കാറ്റഗറൈസേഷനാണ് ഈ 3 അപ്പോസിറ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ആൻ അപ്പോസിറ്റീവ് റീനെയിംസ് അനദർ നൗൺ, നോട്ട് ടെക്നിക്കലി ബട്ട് മോഡിഫൈയിങ് ഇറ്റ്. അതായത് പറയുമ്പോൾ നമ്മൾ റീനെയിം ചെയ്യുമെന്ന് പറയുമെങ്കിലും ടെക്നിക്കലി അങ്ങനെയല്ല. എന്താണ്? മോഡിഫൈ ചെയ്ത് പറയാണ്. അതായത് നമ്മളൊരു കാര്യം പറഞ്ഞു, അതൊരാൾക്ക് മനസ്സിലായില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് പറയും, ഇല്ലേ? കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സി, ബോബ് മൈ ഫ്രണ്ട് വർക്ക്സ് ഹിയർ. സി, മൈ ഫ്രണ്ട് എന്ന് നമ്മൾ അവിടെ എന്തിനു വേണ്ടി പറയുന്നതാണ്? ഒരു മോഡിഫിക്കേഷന് വേണ്ടി പറയുന്നതാണ്. അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ഒരു മോഡിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ മൈ ഫ്രണ്ട് എന്ന് ആഡ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അവിടെ മൈ ഫ്രണ്ട് എന്ന് നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുന്നതിനാണ് അപ്പോസിറ്റീവ്
ഫ്രേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി മോഡിഫൈയിങ് a noun, okay, or modifying a noun. See, Bob, my friend, works here. Okay, അതുപോലെ തന്നെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ബോബ് വർക്ക്സ് ഹിയർ. സോ ഹിയർ ബോബ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോസിറ്റീവ് ഫ്രേസ് ആണ് അവിടെ വരുന്നത്. സോ ദാറ്റ് ഈസ് അപ്പോസിറ്റീവ് ഫ്രേസ്. നൗ മൂവിങ് ഓൺ ടു ദ ജെറൻഡ് ഫ്രേസ്. ജെറൻഡ് ഫ്രേസ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പം നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ജെറൻഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അപ്പോൾ ജെറൻഡ് ഫ്രേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ING ഫോം ഓഫ് ദ വെർബാണ്. അതായത് വെർബിൻ്റെ റൂട്ടിലൂടെ ING ഫോം ആഡ് ചെയ്ത് കഴിയുമ്പം അതൊരു നൗൺ ഫോമിൽ ആക്ട് ചെയ്യും. ഓക്കെ, സോ ജെറൻഡ് ഫ്രേസ് ഈസ് ജസ്റ്റ് എ നൗൺ ഫ്രേസ് വിത്ത് എ ജെറൻഡ് അറ്റ് ഇറ്റ്സ് ഹെഡ്. എ ജെറൻഡ് ഈസ് എ വേർഡ് മെയ്ഡ് ഫ്രം എ വെർബ് റൂട്ട് പ്ലസ് ING ദാറ്റ് ഫങ്ഷൻസ് ആസ് എ നൗൺ. സി, ഐ ലവ് ബേക്കിംഗ് കേക്ക്. സി, ബേക്കിംഗ് കേക്ക്സ്. ഹിയർ ബേക്കിംഗ് എന്നുള്ള ING ഫോം, ഐ ലവ് ആണ് ആക്ച്വലി അവിടുത്തെ മെയിൻ വെർബ് ആൻഡ് ബേക്കിംഗ് കേക്ക്സ് ഈസ് the gerund phrase there. അതുപോലെ തന്നെ മൈ പാഷൻ ഈസ് റീഡിങ്. സി, ING. പാഷൻ ആണ്, ഈസ് ആണ് ആക്ച്വലി അവിടുത്തെ മെയിൻ വേർബ് എന്ന് പറയുന്നത്. റീഡിങ് ഈസ് ജെറൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സിമിലർലി അതുപോലെ തന്നെ അടുത്ത നൗൺ ഫ്രേസിനകത്ത് വരുന്ന നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇൻഫിനിറ്റീവ് ഫ്രേസ് ഈസ് എ നൗൺ ഫ്രേസ് വിത്ത് ആൻ ഇൻഫിനിറ്റീവ് അറ്റ് ഇറ്റ്സ് ഹെഡ്. ഇൻഫിനിറ്റീവ് നിങ്ങൾക്കറിയാലോ, ബേസ് ഫോം ഓഫ് ദ വെർബാണ്. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ബേസ് ഫോം ഓഫ് ദ വെർബാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഇൻഫിനിറ്റീവ് ഫോം ഓഫ് എ വെർബ് പ്ലസ് എനി കോംപ്ലിമെൻറ്റ്സ് ആൻഡ് മോഡിഫയേഴ്സ്. അപ്പോൾ ഇൻഫിനിറ്റീവ് ഫ്രേസ് ഇത്രയേ ഉള്ളൂ, ബേസ് ഫോം പ്ലസ് മോഡിഫയർ. മിക്കവാറും 2 ആയിരിക്കും ആഡ് ചെയ്യുന്നത്. സി, ഐ ലവ് ടു ബേക്ക് കേക്ക്സ്. ഐ വോണ്ട് ടു ബറി ദ ട്രഷർ ക്വിക്ക്ലി. സി ദ എക്സാമ്പിൾസ്. അപ്പോൾ ടു ബേക്ക്, ടു ബറി ദ ട്രഷർ. അപ്പോൾ അങ്ങനെ 2 കോമ്പിനേഷൻ, ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നൗൺ ഫ്രേസസിൽ വരുന്നത്. അപ്പോസിറ്റീവ് ഫ്രേസ് ഉണ്ട്, ജെറൻഡ് ഫ്രേസ് ഉണ്ട്, ഇൻഫിനിറ്റീവ് ഫ്രേസ് ഉണ്ട്. ഇനി സെക്കൻഡ് ഈസ് വെർബ് ഫ്രേസസ്. A verb of more than one word is called a verb phrase. See, it is a phrase consisting of a verb, its auxiliaries, its complements and other modifiers. ഇത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓക്സിലറി വെർബും മോഡിഫയേഴ്സും ഒക്കെ പഠിച്ചതാണ്. പ്രെഡിക്കേറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നതാണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണല്ലോ. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ജസ്റ്റ് പറയുന്ന ഒരു പേരാണ് വെർബ് ഫ്രേസ്. അതായത് ഒരൊറ്റ വെർബ് മാത്രമല്ലാത്ത സെൻറ്റൻസസ് ഉണ്ടല്ലോ, ഓക്സിലറി വെർബ്സ് വരുന്നത്, അതുപോലെ തന്നെ ഓക്സിലറി വെർബ്സ് വരുന്നത്, ആഡ് ചെയ്ത് എക്സ്ട്രാ വരുന്നത്, അങ്ങനെയൊക്കെ വരുന്നതിന് എല്ലാത്തിനും കൂടി ഒരു വെർബ് അല്ലാതെ വരുന്നതിനാണ് നമ്മൾ വെർബ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് വരുമ്പം, അതായത് വേർഡ്സ് വെർ സ്പോക്കൺ എന്നുള്ളതിന് വെർ സ്പോക്കൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വെർബ് ഫ്രേസ് ദെയർ. അതുപോലെ തന്നെ ഹി ഹാസ് ബീൻ പ്ലേയിങ്. സി, ഹാസ് ബീൻ പ്ലേയിങ്. ഹാസ് ബീനും അവിടെ എന്താണ്, ഓക്സിലറി വെർബാണ്. അപ്പോൾ ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ വെർബ് ഫ്രേസ് എന്ന് പറയും. അത്രേ ഉള്ളൂ. അതുപോലെ ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്. ശ്രീ ഹാസ് ഫിനിഷ്ഡ് എന്ന് പറയുമ്പം അതിനകത്ത് ഓക്സിലറി ആണ്, നിങ്ങൾക്കറിയാലോ ഹാസ് എന്നുള്ളത്. സോ ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ വർക്ക്. അപ്പം ആ ഹാസ് ഫിനിഷ്ഡ് എന്ന് പറയുന്നതാണ് അവിടെ ആ കോമ്പിനേഷനാണ് അവിടെ വെർബ് ഫ്രേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വെർബ് ഫ്രേസസ് എന്ന് പറഞ്ഞാൽ. ഒരു വേർഡിൽ കൂടുതൽ വെർബ് ഉള്ളപ്പം അത് ഓക്സിലറി ആകാം, മോഡിഫയേഴ്സ് ആകാം, കോംപ്ലിമെൻറ്റ്സ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. അങ്ങനെ വരുമ്പോൾ ആ ഒരു കോമ്പിനേഷന്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ വെർബ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഡ്ജക്റ്റീവ് ഫ്രേസസ് ആണ്. A group of words that describe a noun or pronoun in a sentence. It can be placed before or after the noun or pronoun in a sentence. അതായത് ഒരു സെൻറ്റൻസിൽ ഒരു നൗണിനെയോ ഒരു പ്രോനൗണിനെയോ വിശേഷിപ്പിച്ച് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒറ്റ വേർഡല്ല, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് വരുമ്പോൾ അതിന് അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയും. സി, ദ മൂവി വാസ് നോട്ട് ടു ടെറിബിൾ. സി, നോട്ട് ടു ടെറിബിൾ ഈസ് ആക്ച്വലി എങ്ങനെയായിരുന്നു മൂവി എന്ന് പറയുവാണ്. എങ്ങനെയാണ്, ദ മൂവി വാസ് ടെറിബിൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നോട്ട് ടു ടെറിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങേയറ്റം മോശമായിരുന്നില്ല. അതൊരു കോമ്പിനേഷനാണ്, കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ആണ്, അഡ്ജക്റ്റീവ്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മൂവി എങ്ങനെയായിരുന്നു, ആ ഒരു മൂവി എന്നുള്ള നൗണിനെ വിശേഷിപ്പിച്ച് പറഞ്ഞിരിക്കുവാണ് വിത്ത് ദീസ് 3 വേർഡ്സ്. ഓക്കെ, സോ നോട്ട് ടു ടെറിബിൾ, അങ്ങനെയാണ് അഡ്ജക്റ്റീവ് ഫ്രേസസ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദ ഫൈനൽ എക്സാംസ് വെയർ അൺബിലീവബ്ലി ഡിഫിക്കൽട്ട്. സി, അൺബിലീവബ്ലി ഡിഫിക്കൽട്ട്, അത് 2 കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ആണ്, 2 വേർഡ്സ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഒരു അഡ്ജക്റ്റീവായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്നതിനാണ് അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നൗൺ ഫ്രേസസ് പഠിച്ചു, വെർബ് ഫ്രേസസ് പഠിച്ചു, അഡ്ജക്റ്റീവ് ഫ്രേസസ് പഠിച്ചു.
മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് അഡ്വേർബ് ഫ്രേസ്. അഡ്വേർബ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അഡ്വേർബ് ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആക്ട് ആസ് എൻ അഡ്വേർബ്. ഈ അഡ്ജക്റ്റീവ് പറഞ്ഞതുപോലെ അഡ്വേർബായിട്ട് ആക്ട് ചെയ്യുന്നു. ഇറ്റ് ക്യാൻ മോഡിഫൈ എ വെർബ്, അഡ്വേർബ് ഓർ അഡ്ജക്റ്റീവ്. ഇറ്റ് ക്യാൻ കം എനിവെയർ ഇൻ ദ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൽ എവിടെ വേണമെങ്കിലും വരാം. മോഡിഫൈ ചെയ്യാന്നുള്ളതാണ്. ഒരു വെർബിനെ, ഒരു അഡ്വേർബിനെ, ഒരു അഡ്ജക്റ്റീവിനെ, അങ്ങനെ എന്തിനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. ഡാഡ് സ്പോക്ക്. സി, സ്പോക്ക് ഈസ് എ വെർബ് ദെയർ. സോ ഡാഡ് സ്പോക്ക്. ഹൗ ഡാഡ് സ്പോക്ക്? സോഫ്റ്റ്ലി ടു കാം ഹെർ ഫിയേഴ്സ്. സി, സോ സ്പോക്ക് സോഫ്റ്റ്ലി ടു കാം ഹെർ ഫിയേഴ്സ്. സി, അതുപോലെ തന്നെ ഗുഡ് ന്യൂട്രീഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ വാട്ട്? എന്തിനു വേണ്ടിയാണ് ഇമ്പോർട്ടൻറ്റ്? ഫോർ ഹെൽത്ത്. ഓക്കെ. സോ അതുപോലെ വൈറ്റമിൻസ് ആർ പ്രൊവൈഡഡ് ഇൻ മെനി ഫുഡ്. സി, പ്രൊവൈഡഡ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻ മെനി ഫുഡ്. സോ ദാറ്റ് ആർ ആക്ച്വലി അഡ്വേർബ് ഫ്രേസസ് ദാറ്റ് മോഡിഫൈ, ദാറ്റ് ആക്ട് ആസ് എ ഗ്രൂപ്പ്, ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ആക്ട് ആസ് ആൻ അഡ്വേർബ്. ഒരു കാര്യത്തെ മോഡിഫൈ ചെയ്ത് സംസാരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അഡ്വേർബ് ഫ്രേസ്. ഓക്കെ. സോ ദീസ് ആർ ദ സെൻറ്റൻസസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന സെൻറ്റൻസസ് ആണ്. ഞാൻ ഓൾറെഡി അത് ഇന്നലെ വായിച്ചായിരുന്നു. ഇനി അധികം അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. അപ്പോൾ വായിച്ചതിനകത്ത് പറഞ്ഞായിരുന്നു ഇറ്റാലിസൈസ് ചെയ്തിരിക്കുന്ന സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ, സ്ക്രോൾഡ് ഓൺ ദ പ്ലക്കാർഡ് നിയർ ഹിം, ദ സൺ ക്ലൈംബിംഗ് ടു ദ സെനിത്ത്, തോ സാഡ് അറ്റ് ഹേർട്ട്, അതുപോലെ ലുക്ക് അറ്റ് ദ പ്ലക്കാർഡ് പാസ് ബൈ. ഇങ്ങനെയുള്ള ആ കുറച്ച് കാറ്റഗറീസാണ്. ആ ഒരു ഇറ്റാലിസൈസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് എല്ലാം എന്താണ്? ഫ്രേസസ് ആണ്. അത് നിങ്ങൾ ഓർത്തിരുന്നോണം. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ആസ് ഇൻ സെൻറ്റൻസ് 1 ING വെച്ച് വേണമെങ്കിലും ഒരു ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യാം. ED വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സി, ദ സെക്കൻഡ് സെൻറ്റൻസ് ED വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സിമിലർലി പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓവർകം ബൈ ക്യൂരിയോസിറ്റി. സി, ദാറ്റ് ഇറ്റ് ക്യാൻ ബിഗിൻ വിത്ത് എ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിമിലർലി 7th one നോക്കി, ആഫ്റ്റർ റബ്ബിങ് ഓഫ്. സി, ദാറ്റ് സെൻറ്റൻസ്, ദാറ്റ് ഫ്രേസ് ഈസ് സ്റ്റാർട്ടിങ് വിത്ത് എ പ്രിപ്പൊസിഷൻ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒരു ED വെച്ചാകാം, ING ഫോമിലാകാം, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകാം, പ്രിപ്പൊസിഷൻ ആകാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും a phrase can be introduced in a sentence that you have to remember. Now see the next. A phrase can also begin with an adjective, an interrogative pronoun, an adverb or a noun. See, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അഡ്ജക്റ്റീവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിങ് വേർഡ്സ് ആണ്. വാട്ട്, വൈ, ഹൗ, വെൻ ഒക്കെയാണ്. അങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അഡ്വേർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, ഓർ വിത്ത് എ നൗൺ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രേസ് അഡ്ജക്റ്റീവ് വെച്ചോ, ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ വെച്ചോ, അഡ്വേർബ് വെച്ചോ, അല്ലെങ്കിൽ നൗൺ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്തൊരു ഇഷ്യൂ ഇല്ല. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് അബ്സല്യൂട്ട് ഫ്രേസസ്. വാട്ട് ആർ അബ്സല്യൂട്ട് ഫ്രേസസ്? ഇഫ് എ ഫ്രേസ് ഇൻ എ സെൻറ്റൻസ് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് എ പാർഷ്യൽ പ്രെഡിക്കേറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ ബട്ട് ഈസ് നോട്ട് എ ക്ലിയർ ക്ലോസ്, സച്ച് ഫ്രേസസ് ആർ കോൾഡ് അബ്സല്യൂട്ട് ഫ്രേസസ്. അതായത് ഒരു ഫ്രേസിന് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ലാത്ത ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഫ്രേസ് എന്ന് പറയുന്നത്. പക്ഷേ ചില കേസസിൽ ഒരു ഫ്രേസിന് സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അതുപോലെ തന്നെ പ്രെഡിക്കേറ്റ് ആണ് എന്ന് തോന്നുന്ന വിധം, പ്രെഡിക്കേറ്റ് ആണെന്ന് നമുക്ക് അതായത് വെർബാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു പ്രെഡിക്കേറ്റിനെ പോലെ തന്നെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ആ ഒരു രീതിയിലുള്ള ഫ്രേസസ് ഉണ്ടെങ്കിൽ അതിനാണ് അബ്സല്യൂട്ട് ഫ്രേസസ് എന്ന് പറയുന്നത്. സി, ദ സൺ ക്ലൈംബിംഗ് ടു ദ സെനിത്ത്, the day grew rather hot. The sun climbing to the zenith. The day grew rather hot. See, the day grew rather hot എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ വേർബ്സ് ആൻഡ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. പക്ഷേ ദ സൺ ക്ലൈംബിംഗ് ടു ദ zenith എന്ന് പറയുന്നത് അതിനെ ആഡ് ചെയ്യുവാണ്. സി, അപ്പോൾ അതൊരു കണ്ടാൽ നമുക്കൊരു പൂർണ്ണമായ ഒരു ക്ലോസ് ആണെന്ന് ഫീൽ ചെയ്യുമെങ്കിലും ആക്ച്വലി ഇറ്റ് ഈസ് എ ഫ്രേസ്. ഓക്കെ. ഇനിയുള്ളൊരു പോയിൻ്റ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. മോസ്റ്റ് ഫ്രേസസും നോൺ ഫൈനൈറ്റ് വെർബ് ഫോംസ് ആണ്. അതിൽ ടെൻസോ കാര്യങ്ങളോ ഒന്നും കാണില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ്. ദ ബെസ്റ്റ് തിങ് വുഡ് ബി ഫോർ യു ടു അപ്പോളജൈസ് ടു ഹിം. റാദർ ദാൻ ബ്രേക്കിംഗ് ആൻ ഓൾഡ് ഫ്രണ്ട്ഷിപ്പ് യു ഷുഡ് അപ്പോളജൈസ് ടു ഹിം. ഹാവിംഗ് സെഡ് അൺകൈൻഡ് തിങ്സ് അബൌട്ട് ഹിം യു കനോട്ട് ജസ്റ്റിഫൈ യുവർ കോണ്ടക്ട്. Tell him you did what you did carried away by emotion. See, all these are ഇറ്റാലിസൈസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എല്ലാം ഫ്രേസസ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്.
ഇതെല്ലാം നോൺ ഫൈനൈറ്റ് ആണ്. നോൺ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ വെർബ് ഇല്ലാത്ത ടൈപ്സ് ഓഫ് ഫ്രേസസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം. ഓക്കെ, ഇനി ആദ്യത്തെ ഫസ്റ്റും സെക്കൻഡും നോക്കിയേ. ദേ ആർ ഇൻട്രഡ്യൂസ്ഡ് ബൈ ഇൻഫിനിറ്റീവ്സ്. ഫ്രേസസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഇൻഫിനിറ്റീവ്സ് വെച്ചാണ്. ഫോർ, അതുപോലെ തന്നെ ഫോർ യു ടു അപ്പോളജൈസ്. ടു അപ്പോളജൈസ് നമ്മൾ ഓൾറെഡി ഇൻഫിനിറ്റീവ് ഫ്രേസ് പഠിച്ചായിരുന്നു. ടു പ്ലസ് ബേസ് ഫോം. ഓക്കെ, ടു അപ്പോളജൈസ്. പിന്നെ റാദർ ദാൻ, അതൊരു കമ്പാരിറ്റീവ് ഫോമിൽ വരുന്ന റാദർ ദാൻ ബ്രേക്ക്. അപ്പോൾ അത് രണ്ട് ഇൻഫിനിറ്റീവ് ഫോമാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തത് നോക്കി, ING ഫോം, ജെറൻഡ് ഫ്രേസ് ആണ് അടുത്തത്. ING ഫോം വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അടുത്തതോ ED ഫോം, അപ്പോൾ അതായത് പാർട്ടിസിപ്പിൾ, ദാറ്റ് ഈസ് ED പാർട്ടിസിപ്പിൾ ഫോമാണ് അടുത്തതിന് വന്നിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇതിനകത്തു നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എങ്ങനെ വേണമെങ്കിലും ഒരു ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യാം. ദർ ഈസ് നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. ഇനി ഈ ടെക്സ്റ്റിൽ കുറച്ച് ജനറൽ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ വിത്ത് ഉപയോഗിച്ചിട്ട് നമ്മളൊക്കെ ചില സെൻറ്റൻസസ്, പ്രത്യേകിച്ച് അഡ്വേർബ് പാർട്ടിക്കിൾ ഫ്രേസസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് മാത്രമാണ്. ജസ്റ്റ് ഒരു പോയിൻ്റാണ്, നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വിത്ത് ദ ഫ്ലഡ് സബ്മേർജിങ് ദ റോഡ്സ് വെഹിക്കുലർ ട്രാഫിക് വാസ് ഡൈവേർട്ടഡ്. അങ്ങനെ വിത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അഡ്വേർബ് പാർട്ടിസിപ്പിൾ ഫ്രേസ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എ ഫ്രേസ് ദറ്റ് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ് ഓഫ് ദ വെർബ് ഈസ് എ വെർബ്ലെസ് ഫ്രേസ്. അതായത് നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ചെറിയ രീതിയിൽ വെർബ് വരാം, ചിലപ്പം വെർബ് വരാതെ ഇരിക്കാം, അങ്ങനെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വരാം. ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു എലമെൻസും, വെർബിൻ്റേതായ ഒരു എലമെൻസും ഇല്ലാത്ത ഫ്രേസസിനാണ് വെർബ്ലെസ് ഫ്രേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എലമെൻറ്റും വെർബിൻ്റേതായ രീതിയിൽ ഒന്നും വരുന്നില്ല. ഓഫൺ ദേ ആർ കോൺട്രാക്ഷൻസ് ഓഫ് participle phrases. Too shy to reply, he remained silent. See, too shy to reply, he remained silent. See, too shy to reply എന്നുള്ളതാണ് ആക്ച്വലി അവിടെ വെർബ്ലെസ് ഫ്രേസ് ആണ്. ഇനി അതുപോലെ ഈ വെർബ്ലെസ് ഫ്രേസസിനെ നമുക്ക് എലിപ്റ്റിക്കൽ ക്ലോസസ് എന്ന് വിളിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? വെർബ്ലെസ് ഫ്രേസസ് ആർ എലിപ്റ്റിക്കൽ ക്ലോസസ് ബിക്കോസ് they can be expanded to regular clause by using appropriate form of be verb. be verb നമ്മൾ പഠിച്ചതാണല്ലോ, is, are, was, all these are be verbs. അപ്പം ഈ വെർബ്ലെസ് ഫ്രേസസിനെ എലിപ്റ്റിക്കൽ ക്ലോസസ് എന്നും കൂടി വിളിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഇങ്ങനെ വരുന്ന വെർബ്ലെസ് ഫ്രേസസിനെ നമുക്ക് ഒരു ക്ലോസ് ആയിട്ട് മാറ്റിയെടുക്കാം. റെഗുലറായിട്ട് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉള്ള ഒരു ക്ലോസ് ആയിട്ട് മാറ്റിയെടുക്കാം. എങ്ങനെയാണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബി വെർബ് ആഡ് ചെയ്തുകൊണ്ട്. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ തൊട്ട് മോളി പറഞ്ഞ് നിങ്ങൾ നോക്കിയേ. ടു ഷൈ ടു റിപ്ലൈ, ഹീ റിമെയിൻഡ് സൈലൻറ്റ്. അതൊരു വെർബ്ലെസ് ഫ്രേസ് ആണ്. പക്ഷേ ബി വെർബായ ബീയിങ് ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ബീയിങ് ടു ഷൈ ടു റിപ്ലൈ, ഹീ റിമെയിൻഡ് സൈലൻറ്റ്. അതൊരു ക്ലോസ് ആയിട്ട് മാറി. ഒരു ഫ്രേസ് ഒരു ക്ലോസ് ആയിട്ട് മാറി. ബീയിങ് ടു ഷൈ ടു റിപ്ലൈ, ഹീ റിമെയിൻഡ് സൈലൻ്റ് എന്നായി. അപ്പോൾ അവിടെ വെർബ് വന്നു, ബീയിങ് എന്നുള്ള ബി വെർബ് വന്നു. അപ്പോൾ അത് പെട്ടെന്നൊരു എലിപ്റ്റിക്കൽ ക്ലോസ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസിന് പകരം, ക്ലോസ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ചിലർ ഫ്രേസ് ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു ലാംഗ്വേജിൻ്റെ ഒരു സ്റ്റൈല്, നല്ലൊരു സ്റ്റൈല് കിട്ടാനായിട്ട്, ലാംഗ്വേജിൻ്റെ സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മനഃപൂർവ്വം ക്ലോസ് ഉപയോഗിക്കേണ്ടതിന് പകരം ഫ്രേസ് ഉപയോഗിക്കുന്നവരുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. When he woke up, he found his horse gone. See, അതൊരു ഡയറക്റ്റ് സെൻറ്റൻസ് ആണ്, ക്ലോസ് ആണ്. When he woke up, he found his horse gone. അത് ഒരു ഫ്രേസ് ആയിട്ട് മാറ്റി എങ്ങനെയാണെന്ന് നോക്കിയേ. He woke up to find his horse gone. See, he woke up to find his horse gone. See, അപ്പോൾ അതൊരു ഫ്രേസ് ആയിട്ട്, അങ്ങനെ ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്കിതിനെല്ലാം കൺവേർട്ട് ചെയ്തെടുക്കാം. അതിനൊരു മിസ്റ്റേക്കും ഇല്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് സെൻറ്റൻസസ് നിങ്ങളുടെ ടെക്സ്റ്റിലെയാണ് തന്നിരിക്കുന്നത്. When young, Blunt the donkey was a champion, though still strong in the limbs, he knew his prime was gone. When at the nadir of hope, peoples and animals grow stupid, his mind full of stupid thoughts, he walked down the road. A lot of people, many of them children, jeered at the donkey. Whether right or wrong, children pelted stones at the donkey. With his heart full of resentment, Blunt kicked a boy or two. See, ഈ ഓൾ ദീസ് ആർ വെർബ്ലെസ് ഫ്രേസസ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ വെർബില്ലാത്ത വെർബ്ലെസ് ഫ്രേസസ് ആണ് ഈ പറഞ്ഞ വെൻ യങ്, തോ സ്റ്റിൽ സ്ട്രോങ് ഇൻ ദ ലിംസ്, വെൻ അറ്റ് ദ നദീർ ഓഫ് ഹോപ്പ്, ഹിസ് മൈൻഡ് ഫുൾ ഓഫ് സ്റ്റുപ്പിഡ് തോട്ട്സ്. അതിനകത്തൊന്നും വെർബ് വരുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇറ്റാലിസൈസ് ചെയ്തിരിക്കുന്നതാണ് വെർബ്ലെസ് ഫ്രേസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സം കോമൺ ടൈപ്പ് ഓഫ് നൗൺ ഫ്രേസസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നതാണ്. നൗൺ ഫ്രേസസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഐ ആം ടയർഡ് ഓഫ് ബീയിങ് ട്രീറ്റഡ് ലൈക്ക് ദിസ്,
ഐ എം ബിസി റൈറ്റിംഗ് എ നോവൽ. നൗൺ ഫ്രേസ് എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആൻഡ് എക്സാമ്പിൾസ് മാത്രമാണിത്. ഐ എം സർപ്രൈസ്ഡ് അറ്റ് ഫൂൾസ് ഫ്ലറിഷിങ് ലൈക്ക് ദാറ്റ്. സി അതിനകത്ത് ബിസി റൈറ്റിംഗ് എ നോവലാണ് നൗൺ ഫ്രേസ്. സി ബിസി റൈറ്റിംഗ് എ നോവൽ, ബിസി ഉണ്ട്, നോവലുണ്ട്. ദെൻ ഐ എം ടയേർഡ് ഓഫ് ബീങ് ട്രീറ്റഡ് ലൈക്ക് ദിസ്. അതുപോലെ തന്നെ അടുത്തത് ഐ എം സർപ്രൈസ്ഡ് അറ്റ് ഫൂൾസ് ഫ്ലറിഷിങ് ലൈക്ക് ദാറ്റ്. സി ഫൂൾസ് ഫ്ലറിഷിങ്, ഫൂൾസ് ഫ്ലറിഷിംഗ് എന്ന് പറയുമ്പോൾ ഫൂൾസിനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ഫ്ലറിഷിംഗ് എന്നുള്ള ING ഫോം വെച്ച്. അത് വെർബല്ല. അപ്പം സർപ്രൈസ്ഡ് ആണ് അവിടെ വെർബ്. ഫൂൾസ് ഫ്ലറിഷിംഗ് എന്നുള്ളത് നൗൺ ഫോമാണ്. അപ്പം ഫൂൾസ് ഫ്ലറിഷിംഗ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ എ മദർ സെല്ലിങ് ഹെർ ഓൺ ചൈൽഡ്. സി സെല്ലിങ് ഹെർ ഓൺ ചൈൽഡ് ഈസ് അൺബിലീവബിൾ. സി അൺബിലീവബിൾ ആണ് അവിടെ ആക്ച്വലി വെർബ്. ഈസ് അൺബിലീവബിൾ. എ മദർ സെല്ലിങ് ഹെർ ഓൺ ചൈൽഡ്, അത്രയും ഒരൊറ്റ നൗൺ ഫ്രേസ് ആണ്. ഓക്കെ, സോ ദീസ് ആർ സം കോമൺ നൗൺ ഫ്രേസസ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ അഡ്ജക്റ്റീവൽ ഫ്രേസസ് ആർ വെരി ഈസി ടു ഫൗണ്ട് ആസ് ദേ ആർ. ഇനി നൗൺ ഫ്രേസസും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അഡ്ജക്റ്റീവ് ഫ്രേസസ് എളുപ്പമാണ്. കാരണം എന്തുകൊണ്ടാണ്? അതെപ്പോഴും അഡ്ജക്റ്റീവ് എന്താണ്? നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിച്ച് പറയുന്നതിനാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് ഫ്രേസസ് എപ്പോഴും നൗണിനോട് ചേർന്ന് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഐ വോണ്ട് യു ടു ഗ്രോ സ്ട്രോങ് ഇൻ ലിംബ് ആൻഡ് സ്ട്രോങ് ഇൻ മൈൻഡ്. സി ഗ്രോ എന്നുള്ള ആ ഒരു വേർഡിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഗ്രോ ചെയ്യേണ്ടത്? ഗ്രോ ഇൻ ലിംബ് ആൻഡ് സ്ട്രോങ് ഇൻ മൈൻഡ്. സോ ദാറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ അഡ്ജക്റ്റീവൽ ഫ്രേസ് കണ്ടുപിടിക്കാൻ വെരി ഈസിയാണ്. നൗൺ ഫ്രേസസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. നൗ അതർ സം കോമൺ അഡ്വേർബ് ഫ്രേസസ് ആണ് ഇനി തന്നിരിക്കുന്നത്. അഡ്വേർബ് ഫ്രേസസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മോഡിഫൈ ചെയ്യും. നമ്മൾ എല്ലാ ഡെഫിനിഷൻസും പഠിച്ചിരിക്കുന്നതാണ്. വാട്ട് എവർ യുവർ പ്രോബ്ലം ഇറ്റ് ഹാസ് എ സൊല്യൂഷൻ. ബീയിങ് എ മാൻ ഓഫ് വിസ്ഡം. സി ബീയിങ് എ മാൻ ഓഫ് വിസ്ഡം. ദ വെദർ ഹാവിങ് ഇംപ്രൂവ്ഡ്. സി കോമ്പിനേഷൻ ഓഫ് വേർബ്സ് ആണ് അവിടെ. ഇംപ്രൂവ്ഡ്, ദ വെദർ ഹാവിങ് ഇംപ്രൂവ്ഡ്. റാദർ ദാൻ സിറ്റിംഗ് ക്വൈറ്റ് അറ്റ് ഹോം. സി റാദർ ദാൻ. അതുപോലെ വൈൽ പ്രേയിങ് ടു ഗോഡ്. ദെൻ വെൻ ഇറ്റ് ഡൗട്ട്, soon to leave the country for good, he visited his neighbors. All these are adverb phrases. Okay, so these are things about adverbs. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസ് ആണ്. I have given the answers here. First one നോക്കി. Dash she prayed fervently to her favorite god. See, dash she prayed fervently to her favorite god. Now you have to fill the gap with an ING phrase. ഒരു ING phrase വെച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്ര യൂസ് ചെയ്താൽ മതി. kneeling down on the floor. She prayed fervently to her favorite god. അടുത്ത് നോക്കി. dash he forgot himself and shouted at the manager. Fill in with a past participle phrase. See, fully drunk. ഡ്രങ്ക് എന്നുള്ള ഡ്രിങ്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്, നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഫുള്ളി ഡ്രങ്ക്. അതുപോലെ ദ സൺ വാസ് സെറ്റിംഗ് ഇൻ ദ വെസ്റ്റ് വെൻ ദ ബേർഡ്സ് റിട്ടേൺ ടു ദെയർ നെസ്റ്റ്. ഇതൊരു അബ്സല്യൂട്ട് ഫ്രേസ് വെച്ച് സിംപ്ലിഫൈ ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? വെർബൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദ സൺ സെറ്റിംഗ് ഇൻ ദ വെസ്റ്റ്, ദ ബേർഡ്സ് റിട്ടേൺ ടു ദെയർ നെസ്റ്റ്. സിമ്പിളായിട്ട് നമുക്ക് മാറ്റി എഴുതാം. അതുപോലെ തന്നെ ഡാഷ് ദ മാൻ സാറ്റ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ dash. You have to complete the sentence using a phrase beginning with an adverb. ഒരു അഡ്വർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഫീലിംഗ് ഹംഗ്രി ആൻഡ് ടയേർഡ്. സി ദ മാൻ സാറ്റ് ഇൻ ദ ഷെയ്ഡ് ഓഫ് എ ട്രീ ഫെൽ അസ്ലീപ്പ്. സി അപ്പോൾ അതൊരു അഡ്വർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഈസ് ഷീ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ലെക്ചർ ബിക്കോസ് ഷീ വാസ് ഇൽ. യു ഹാവ് ടു മേക്ക് ഇറ്റ് എ സിമ്പിൾ സെൻറ്റൻസ് യൂസിങ് എ ഫ്രേസ്. അത് മാറ്റി എഴുതാം നമുക്ക്. ബീയിങ് ആഡ് ചെയ്താൽ മതി. ബീയിങ് ഇൽ ഷീ ഡിഡ് നോട്ട് അറ്റൻഡ് ദ ലെക്ചർ. സിമിലർലി though he was ill he refused to take rest. മേക്ക് ഇറ്റ് എ സിമ്പിൾ സെൻറ്റൻസ് യൂസിങ് എ ഫ്രേസ് ഉപയോഗിച്ച് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് ഇൽ he refused to take rest. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ആണ് when he was young he was a good looking chap. See, make it a simple sentence using a verbless phrase. ഒരു verbless phrase ആയിട്ട്, വെർബില്ലാത്തൊരു ഫ്രേസ് ആയിട്ട് മാറ്റാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ when he was young അവിടെ ഒരു വെർബുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ മാറ്റും? when young he was a good looking chap. See, അതൊരു when young എന്നുള്ള ഒരു വെർബിലസ് ഫ്രേസ് ആയിട്ടത് മാറ്റി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഫ്രേസ് ആഡ് ചെയ്യുക, വെർബിലസ് ഫ്രേസ് ആഡ് ചെയ്യുക, അബ്സല്യൂട്ട് ഫ്രേസ് ആഡ് ചെയ്യുക, ING ഫ്രേസ് ആഡ് ചെയ്യുക. ഓക്കെ, സോ യു ഹാവ് ടു ലേൺ ഹൗ ടു യൂസ് ദീസ് തിങ്സ്.
Okay, if you have any doubts, you can message me or call me, or we'll discuss in the next class. Thank you.